പടം 31-ാം തീയതിയാണ് ഇറങ്ങണമെങ്കിൽ 30-ാം തീയതി രാത്രി നൈറ്റ് ഷോ എല്ലാം അവിടെ ഉണ്ട്. അതായത് ഒരു പ്രീമിയർ ഷോ പോലെ. അതെ, ഞങ്ങൾ ആ പ്രീമിയർ ഷോ കണ്ടു ഞെട്ടി വന്നു. അതെ, അവരുടെ സ്റ്റുഡിയോയുടെ പേരിന് നൈറ്റ് തന്നെ അവര് ഫസ്റ്റ് ഷോ ഇറക്കി. കണ്ടവരെല്ലാവരും എന്തായാലും പേടിച്ചിട്ടുണ്ട്. അത്ര മാത്രം ഹൊററിന്റെ ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. സൗണ്ടിലും ഇതിലെല്ലാം ഒരു സാധനം, അതായത് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ഹൊറർ എന്ന് പറഞ്ഞ ആ സാധനം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ പേടിക്കാനും ഉണ്ട്, ചിന്തിക്കാനും ഉണ്ട്. അങ്ങനെ സാധനം ഹൊറർ മാത്രമല്ല, പടത്തില് മൊത്തത്തില് നോക്കുമ്പോൾ നല്ലൊരു സ്റ്റോറി ഉണ്ട്, നല്ല മേക്കിംഗ് ഉണ്ട്, നല്ല ആക്ടിങ് ഉണ്ട്, പിന്നെ സസ്പെൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ഇന്റർവെല്ലിൽ തന്നെ ഒരു വലിയ സസ്പെൻസ് ഉണ്ട്. പിന്നെ അതിന്റെ ആ സസ്പെൻസിന്റെ ചുരുളഴിക്കാൻ പോലെയാണ് സംഭവം. ഹൊറർ ഇപ്പൊ എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ബാക്കി പടങ്ങളിലെ ഇവന്റെ വെച്ച് നോക്കുമ്പോ അത്ര ഹൊററിലായിരിക്കും, പക്ഷെ അതൊരിക്കലും ഒരു ആരും സങ്കടപ്പെടുത്തൂല. നല്ല ഹൊററാണ്, നല്ലൊരു പ്ലോട്ടും നല്ല സ്റ്റോറി ഉണ്ട്. എന്റെ അഭിപ്രായത്തില് ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് ഹൊറർ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ ആ ഒരു ചുരുളഴിക്കാനും അതിനോടനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ പുള്ളിയുടെ ഡയറക്ഷനിൽ എന്തായാലും പടം ഹെവി. മേക്കിംഗ്, ഓരോ ഷോട്ടുകള്, അത് എഡിറ്റ് ചെയ്യുന്ന രീതി കറക്റ്റ് ആയിട്ട് നമ്മളെ എഡ്ജി കൊണ്ടുവന്നിരുത്തുന്ന പോലെയാണ്. അതിന്റെ സപ്പോർട്ടും അതെ, ബിജിഎം അതെന്താ വെച്ചാൽ പുള്ളിനെ ഡയറക്ടറിനെ വിട്ടു പോവുകയില്ല, പുള്ളി ഇവനെ വിട്ടില്ല, ക്യാമറമാനെ ഇവരെ ടീം നല്ല ഒരു വർക്ക് എടുത്തിട്ടുണ്ട്. പടം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി എടുത്തു പറയേണ്ടത് പ്രണവ് മോഹൻലാലാണ്. ഒരു രക്ഷയില്ല, സൂപ്പർ അഭിനയം. ഹൃദയം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര ഒരു ആക്ടിങ്ങിലായാലും വോയിസിന്റെ രീതിയിൽ അവർ കൊടുത്തേക്കണായാലും എല്ലാം ഹെവി. പ്രത്യേകിച്ച് പറയേണ്ട ഈ ഹൊറർ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ള ക്യാരക്ടർ കണ്ട് പേടിക്കണാണ് നമ്മൾ പേടിക്കുന്നത്. അത് ഈസി അല്ല ചെയ്യാൻ. അത് പ്രണവ് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്, പ്രണവ് നല്ല രീതിയിൽ എല്ലാം കൊണ്ട് ഫിസിക്കും ആറ്റിറ്റ്യൂഡ് സൂപ്പറാണ്. കരിയറിൽ ബെസ്റ്റ് ആക്ടിംഗ് എന്ന് പറയാം. ഒരു റിച്ച് സ്പോയിൽഡ് ഫ്ലാറ്റ്, അയാൾക്ക് ഒരു ഹൊറർ നേരിടേണ്ടി വരുന്ന അവസ്ഥ. എല്ലാം കൊണ്ട് നല്ലൊരു പടം നിങ്ങൾ കാണാം. പേടിക്കാൻ തയ്യാറായി തിയേറ്ററിൽ പോവുക, പേടിച്ച് തന്നെ തിരിച്ചു വരാം. ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കില്ല, ഉറപ്പാണ്. ഇതിന്റെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങള് ഒരു നിങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് നാളെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പാകത്തിന്, സ്പോയിലർ ഇല്ലാത്ത പോലെ തന്നെ സംസാരിക്കാൻ പാകത്തിന് ഒരു സാധനം പറയാം. ഓക്കെ, ബൈ.